أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس ضرب مثل فاستمعوا له. إن الذين تدعون من دون الله لن يخلقوا ذبابا ولو اجتمعوا له وإن يسلبهم الذباب شيئا لا يستنقذوه منه ضعف الطالب والمطلوب. ما قدروا الله حق قدره إن الله لقوي عزيز. ما قدروا الله حق قدره إن الله لقوي عزيز. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1094 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ ഹജ്ജിലെ 73-74 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നാസ് ضرب مثل فاستمعوا له إن الذين تدعون من دون الله لن يخلقوا ذبابا ولو اجتمعوا له وإن يسلبهم الذباب شيئا لا يستنقذوه منه ضعف الطالب والمطلوب. ما قدر الله حق قدره إن الله لقوي عزيز. صدق الله العلي العظيم. സൂറത്തുൽ ഹജ്ജിലെ 73-74 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൽ ഹജ്ജിന്റെ പഠനം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. 2 ദിവസത്തോടുകൂടി 2 സെഷനോടുകൂടി ഈ സൂറത്തിന്റെ പഠനം പൂർത്തിയാക്കാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിട്ടുള്ള ആയത്തുകളിൽ അള്ളാഹു അതീവ ശ്രദ്ധേയമായ ഒരു ഉപമ തരികയാണ്, ഒരു ഉദാഹരണം തരികയാണ്. അല്ലാഹു അല്ലാത്ത ശക്തികളെയോ ആശയങ്ങളെയോ ഒക്കെ പൂജിക്കുന്ന ആളുകൾ, അവരെ ആരാധ്യന്മാരായി സ്വീകരിക്കുന്ന ആളുകളുടെ യഥാർത്ഥത്തിലുള്ള നിസ്സഹായാവസ്ഥ ഏത് വിധത്തിലാണ്, എത്രത്തോളമാണ് എന്നത് വെളിപ്പെടുത്തുന്നതാണ് ഈ ആയത്തിൽ അടങ്ങിയിട്ടുള്ള ഉപമ. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത ആയത്തുകളുടെ ആശയപരമായ തുടർച്ച തീർച്ചയായിട്ടും അതിലുണ്ട്. ഈ ആളുകൾ അല്ലാഹു അല്ലാത്ത, എന്നാൽ അല്ലാഹു എന്തെങ്കിലും തെളിവോ പിൻബലമോ അവതരിപ്പിച്ചിട്ടില്ലാത്ത പലതിനെയുമാണ് ആരാധ്യന്മാരായി സ്വീകരിക്കുന്നത്. അവ ആരാധ്യന്മാരാണ് എന്നതിന് അല്ലാഹു യാതൊരു തെളിവും അവതരിപ്പിച്ചിട്ടില്ല. അല്ലാഹു അവതരിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ വേറെ ആരെങ്കിലും അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് കരുതേണ്ടതില്ല. തെളിവ് അവതരിപ്പിക്കാൻ അല്ലാഹുവേ ഉള്ളൂ, വേറെ ആരും തെളിവ് അവതരിപ്പിക്കാനില്ല. വല്ല തെളിവും ഏതെങ്കിലും മനുഷ്യര് പൂജിക്കുന്ന ആരാധ്യന്മാരുടെ കാര്യത്തിലുണ്ടെങ്കിൽ അത് യുക്തിക്കും ബുദ്ധിക്കും ബോധ്യപ്പെടുന്നതും അംഗീകരിക്കാൻ പറ്റുന്നതും ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് ദൈവികമായി തന്നെ നമുക്ക് നൽകുന്ന ചില സൂചനകളാണ്. പക്ഷെ അങ്ങനെ യാതൊന്നും അല്ലാഹു അവന്റെ വേദഗ്രന്ഥങ്ങളിലായിട്ട് ഒന്നിലും ഒരു സൂചനയും നൽകിയിട്ടില്ല. മനുഷ്യരുടെ സ്വാഭാവിക യുക്തിയിൽ തന്നെ അത് സങ്കല്പിച്ച് ബോധ്യപ്പെടാൻ സാധിക്കുകയുമില്ല.
അതാണ് അല്ലാഹു വമാ ലൈസ ലഹും ബിഹി ഇൽം എന്ന് പറയുന്നത്. അതും ദൈവികം തന്നെയാണ്. മനുഷ്യന്റെ സ്വാഭാവികമായ യുക്തി എന്ന് പറയുന്നതും ദൈവികമായി മനുഷ്യന് അല്ലാഹു ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു സംവേദന സംവിധാനമാണ്. അവന്റെ മനസ്സിൽ ആശയങ്ങൾ രൂപപ്പെടുന്നതും ചില തോന്നലുകൾ ഉണ്ടാവുന്നതും അത് വിലയിരുത്തിയും പരീക്ഷിച്ചും പരിശോധിച്ചും ഒക്കെ ഉറപ്പുവരുത്താനൊക്കെ പറ്റുന്നതും ഒക്കെ മനുഷ്യനുള്ള ജ്ഞാനാർജനത്തിന് ഭൂമുഖത്ത് അള്ളാഹു ചെയ്തു വെച്ചിട്ടുള്ള വഴികളിൽ പെട്ടത് തന്നെയാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളിൽ, ദൈവിക വെളിപ്പാടുകളുടെ ഗ്രന്ഥങ്ങളിലൊന്നും ഈ പറയപ്പെടുന്ന വ്യാജ ദൈവങ്ങൾക്ക് പിൻബലമായിട്ട് യാതൊന്നും കാണാൻ സാധ്യമല്ല. സ്വാഭാവികമായ മനുഷ്യന്റെ യുക്തിയിലും അതുപോലെ വൈജ്ഞാനികമായ പരിശോധനയിലുമൊന്നും അത് കണ്ടെത്താനും സാധ്യമല്ല. അങ്ങനെ നിലപാടെടുക്കുന്നവർക്ക് ഒരു സഹായിയും ഉണ്ടാവുകയില്ല. ഈ ആളുകൾ വിരളി പിടിക്കുകയാണ്. അള്ളാഹുവിന്റെ ആയാത്തുകൾ അവരെ പാരായണം ചെയ്ത് കേൾപ്പിക്കപ്പെടുമ്പോ അത് കേൾപ്പിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവരുടെ ഹൃദയങ്ങളിൽ വെറുപ്പും അതുപോലെ ശത്രുതയും ഒക്കെ അങ്ങനെയുണ്ട് പതഞ്ഞു വരികയാണ്. അത് മുഖത്ത് പ്രകടമാവുന്നുണ്ട്. മുൻകർ, അവരുടെ നിഷേധഭാവവും അതുപോലെ തന്നെ അവരുടെ അതിലുള്ള ഒരു വെറുപ്പും വിദ്വേഷവും ഒക്കെ തന്നെ അവരുടെ മുഖത്ത് പ്രകടമാവുന്നുണ്ട്. അവര് ഈ ആയാത്തുകൾ ഓതി കേൾപ്പിക്കുന്നവരെ ആക്രമിക്കാൻ മുതിരുമെന്ന് തോന്നിപ്പോകും. ആ വിധത്തിലാണ്. അപ്പൊ അള്ളാഹു അവരൊരല്പം കൂടി വിരൽ പിടിച്ചോട്ടെ എന്നുള്ള നിലക്കാണ് ബാക്കി കാര്യം പറഞ്ഞു കൊടുക്കുന്നത്. ഇത് നിങ്ങളെ വിരൽ പിടിപ്പിക്കുന്നുണ്ടല്ലേ, ഇത് നിങ്ങളെ ഉള്ളവരായി മാറ്റുന്നുണ്ടല്ലേ, എങ്കിലേ നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ട വിധത്തില് ക്രോധം ഉണ്ടാക്കുന്ന സംഗതി തന്നെയാണ്. നിങ്ങൾക്ക് എത്തിച്ചേരാനുള്ള നരകമാണ്. അതാണ് അള്ളാഹു നിഷേധികൾക്കായിട്ട് വാഗ്ദാനം ചെയ്തു വെച്ചിരിക്കുന്നത്. ഏറ്റവും മോശമായ മടക്ക സ്ഥലമാണത്. അതിലേക്ക് അങ്ങ് എത്തുമ്പോ നിങ്ങൾക്ക് വേണ്ടത്ര ക്രോധം കാണിച്ചോളൂ കേട്ടോ എന്ന വിധത്തിലാണ് അള്ളാഹു ഈ കാര്യം പറയുന്നത്. അതിനെ തുടർന്ന് മനുഷ്യരാശിയെ ഒന്നാകെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അള്ളാഹു വളരെ ആകർഷകമായ ഒരു കാര്യം, വളരെ ശ്രദ്ധേയമായ ഒരു ഉപമ അല്ലെങ്കിൽ ഒരു ഉദാഹരണം എടുത്തു കാണിച്ചുകൊണ്ട് പറയുന്നത്. ഇന്ന് നമ്മൾ വായിച്ച ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത് അതാണ്. യാ അയ്യുഹന്നാസ്, വിശുദ്ധ ഖുർആന്റെ ഒരു ക്ഷണമാണത്, ഒരു വിളിയാണ്. സകലരെയും ഒരുമിച്ചാണ് വിളിക്കുന്നത്. ഇതിൽ നിന്ന്, ഈ സന്ദേശത്തിന്റെ പരിധിയിൽ നിന്ന് അള്ളാഹു മനുഷ്യവർഗത്തിൽപ്പെട്ട ഒരാളെയും മാറ്റി നിർത്തിയിട്ടില്ല. അതാണ് വിശുദ്ധ ഖുർആന്റെ യൂണിവേഴ്സാലിറ്റി ഓഫ് അപ്പീൽ എന്ന് പറയുന്ന കാര്യം. സർവലൗകികമാണ് ഈ ഗ്രന്ഥത്തിന്റെ സന്ദേശത്തിന്റെ ടാർഗറ്റ്. അത് ലക്ഷ്യമിടുന്നത് മുഴുവൻ മനുഷ്യരെയും തന്നെയാണ്. അതിലേതെങ്കിലും ഒരു വിഭാഗത്തെയോ അതിലേതെങ്കിലും ഒരു ജെൻഡറിനെയോ ഒരു സെക്ഷനെയോ ഒന്നുമല്ല. ഖുർആൻ അഭിസംബോധന ചെയ്യുന്ന മുഴുവൻ മനുഷ്യരെയുമാണ്. ആദമിന്റെ മുഴുവൻ മക്കളെയും അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഖുർആൻ ഈ കാര്യം വെളിപ്പെടുത്തുന്നത്. യാ അയ്യുഹന്നാസ്. പലയിടത്തും ഈ ശൈലി ഖുർആനില് പിന്തുടരുന്നത് കാണാൻ കഴിയും. യാ അയ്യുഹന്നാസ്, ലൊരിബ മസൽ. ലൊരിബ മസൽ, ഒരു മസല് ഇതാ ഇവിടെ ഉയർത്തി കാണിക്കപ്പെടുന്നു. ലൊരിബ മസൽ, ലൊരിബ മസലുൻ ഫസ്തമിഊ ലഹു എന്നാണ് തുടർന്ന് വരുന്നത്. ശ്രദ്ധിച്ച് കേട്ടോളണം കേട്ടോ. ഒരു ഉദാഹരണം ഇതാ ഇവിടെ ഉയർത്തി കാണിക്കപ്പെടുന്നു. മസൽ എന്ന് പറഞ്ഞാൽ ഉദാഹരണമാണ്. അതിനാണ് ഇംഗ്ലീഷിലെ മോഡൽ എന്നൊക്കെയുള്ള വേർഡ് വന്നിട്ടുള്ളത്. അപ്പോ ഇവിടെ ഒരു മാതൃക അല്ലെങ്കിൽ ഒരു ഉദാഹരണം, നമ്മൾ ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങളുടെ സുവ്യക്തത നിങ്ങൾക്ക് ഉൾക്കൊള്ളുന്നതിന് വേണ്ടി ഒരു ഉദാഹരണം ഇതാ കേട്ടോളൂ, ശ്രദ്ധിച്ച് കേൾക്കണം. ഫസ്തമിഊലഹു. അപ്പോ ജനങ്ങളെ, നിങ്ങൾക്കായിട്ട് ഇതാ ഒരു ഉദാഹരണം ഉയർത്തി കാണിക്കപ്പെടുന്നു. ദുരിബം മസലുൻ എന്ന് പറഞ്ഞാൽ ഉദാഹരണം നൽകപ്പെടുന്നു, ഉയർത്തി കാണിക്കപ്പെടുന്നു, ഉദാഹരിക്കപ്പെടുന്നു എന്നൊക്കെയുള്ള വിവർത്തന സാധ്യതയുള്ള ഒരു പ്രയോഗമാണ്. ലറബ എന്ന് പറഞ്ഞാൽ അതിന്റെ റൂട്ട് മീനിങ് അടിച്ചു എന്നാണ്. പക്ഷെ അറബിയിൽ ഈ വാക്കിന് ഒരുപാട് ഷെയ്ഡ്സ് ഓഫ് മീനിങ് ഉണ്ട്. ഫിഗറേറ്റീവ് മീനിങ് ആണ് അതിന് കൂടുതലും ഉള്ളത്. വളരെ കുറഞ്ഞ സന്ദർഭങ്ങളിലാണ് ലിറ്ററൽ മീനിങ് വരിക. അതിന്റെ
അക്ഷരതലത്തിലുള്ള അർത്ഥം അടിച്ചു എന്ന അർത്ഥം അപൂർവമായിട്ട്, അല്ലെങ്കിൽ ഇവിടെ അടിക്കപ്പെട്ടു എന്നാണ്. എന്റെ പാസീവ് കൺസ്ട്രക്ഷൻ ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ ലൊരിബ മസലുൻ, ഒരു ഉദാഹരണം ഇതാ ഉയർത്തി കാണിക്കപ്പെട്ടിരിക്കുന്നു. ഫസ്തമിഊ ലഹു, അതുകൊണ്ട് നിങ്ങൾ കാതുകൂർപ്പിച്ച് ശ്രദ്ധാപൂർവം അത് കേട്ട് മനസ്സിലാക്കിക്കോളൂ. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി, നിശ്ചയമായിട്ടും നിങ്ങൾ അള്ളാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ, നിങ്ങളുടെ പല ആരാധ്യന്മാരും. ലൻ യഖ്ലുഖൂ ദുബാബ, അവരൊരു ഈച്ചയെ സൃഷ്ടിച്ചിട്ടില്ല, അവരൊരു ഈച്ചയെ സൃഷ്ടിക്കാൻ പോകുന്നുമില്ല. ഒരു ഈച്ചയെ സൃഷ്ടിക്കാൻ പോലും കഴിവില്ലാത്തവരാണ് നിങ്ങൾ ഈ വിളിച്ച് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ആരാധ്യന്മാർ. അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ല, അള്ളാഹുവിന് പുറമെ, അള്ളാഹുവിന് പകരമായിട്ട് അല്ലെങ്കിൽ അള്ളാഹുവിനോടൊപ്പം ഒക്കെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ നിങ്ങളുടെ ആരാധ്യന്മാർ, അത് എന്താണ് അവരുടെ സ്റ്റേറ്റസ്? യഥാർത്ഥത്തിൽ അള്ളാഹുവായിട്ട് തുലനം ചെയ്യുമ്പോൾ എന്താണ് അവരുടെ സ്ഥാനം, എന്താണ് അവരുടെ അവസ്ഥ? ഈ പ്രപഞ്ച സാകല്യം മുഴുവനായും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. അത് പലതവണ അള്ളാഹു വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതിനുള്ള തെളിവുകൾ അള്ളാഹു നിരത്തിയിട്ടുള്ളതാണ്. എന്നിട്ട് പറയുന്നത് അള്ളാഹുവിന് പുറമെ അവന്റെ സ്ഥാനത്ത് നിങ്ങൾ ചിലരെയൊക്കെ കയറ്റി വെച്ചിട്ടുണ്ടല്ലോ. എന്താണ് അവരുടെ സ്റ്റേറ്റസ്? ലൻ യഖ്ലുഖൂ ദുബാബ, അവരൊരു ഈച്ചയെ സൃഷ്ടിച്ചിട്ടില്ല. ഒരു ഈച്ചയെ സൃഷ്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ബാക്കിയൊക്കെ അവർ സൃഷ്ടിച്ചു എന്നല്ല, ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതിനുള്ള യോഗ്യതയോ കഴിവോ ഒന്നും അവർക്കില്ല. വലവിജിത്തമഊ ലഹു, അവരെല്ലാവരും തന്നെ അങ്ങ് യോജിച്ച് കൈകോർത്ത് സംഘടിച്ചു എന്ന് തന്നെ വെക്കുക, എന്നാൽ പോലും ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കാൻ അവർക്ക് സാധ്യമല്ല. അതാണ് അള്ളാഹുവിടെ പറയുന്ന കാര്യം. നിങ്ങളുടെ ഈ ആരാധ്യന്മാർക്ക് സ്വന്തമായിട്ട് ഒരു ഈച്ചയെ സൃഷ്ടിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് മാത്രമല്ല, അവരെല്ലാവരും തന്നെ കൈകോർക്കട്ടെ. അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന സകല ആരാധ്യന്മാരും ഒരുമിച്ചുകൂടി കൈകോർത്ത് ശ്രമിച്ചാൽ പോലും ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കാൻ അവർക്ക് സാധ്യമല്ല. വയസ്ലുബുഹുമു ദുബാബു ശൈഅ, ഇനി ഇവരുടെ അവസ്ഥ എന്താണ്? ഈ ആരാധ്യന്മാരുടെ അവസ്ഥ വയസ്ലുബുഹുമു ദുബാബു ശൈഅ, അവരിൽ നിന്ന് ഒരു ഈച്ച വല്ലതൊക്കെ തട്ടിയെടുത്തു എന്ന് സങ്കല്പിച്ചു നോക്കൂ. ഉദാഹരണത്തിന് നമ്മള് ഒരു വിഗ്രഹത്തിന്റെ മുന്നിൽ പലതും കൊണ്ടുപോയി അർപ്പിക്കുന്നു എന്ന് വെക്കുക. അങ്ങനെയുണ്ടല്ലോ പല വിശ്വാസ സംസ്കാരങ്ങളിലും ദൈവത്തിന്റെ മുന്നിൽ പല നൈവേദ്യങ്ങളും ഒക്കെ അർപ്പിക്കുന്ന രീതിയുണ്ട്. അതുപോലെ പാല് കൊണ്ടുപോയി ഒഴിക്കുന്നതും നെയ്യ് ഒഴിക്കുന്നതും പഴങ്ങളും അതുപോലെയുള്ളത് സമർപ്പിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള രീതി പല സമൂഹങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. വല്ലതൊക്കെ അങ്ങനെ എഡിബിളായ ഭക്ഷ്യയോഗ്യമായ വല്ലതൊക്കെ ഇത്തരം വ്യാജ ദൈവങ്ങളായിട്ട് നമുക്ക് പരിചയമുള്ളവയുടെ മേൽ ആരെങ്കിലും കൊണ്ടുപോയി ഒഴിക്കുകയോ വെക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, അവയ്ക്കായിട്ട് സമർപ്പിച്ചിട്ടുണ്ട് എന്ന് വെക്കുക. കുറച്ചു കഴിഞ്ഞാല് നമുക്ക് കാണാൻ കഴിയുക അതിന്റെ മൂക്കത്ത് നിന്ന് ഈച്ച വല്ലതൊക്കെ അടിച്ചുകൊണ്ട് പോകും. അതിന്റെ മൂക്കും തുമ്പിലായിരിക്കും ഒരു തുള്ളി പാല് ഉള്ളത് എങ്കിൽ ഈച്ച അതിൽ വന്നിരുന്ന് അതിൽ നിന്നൊരു ശകലം മൂപ്പര ആവശ്യത്തിന് വേണ്ടി എടുത്തുകൊണ്ട് പോകും. ഈ വിഗ്രഹത്തിന് വല്ലതും ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ഈ ആരാധ്യനായിട്ട് ഇവര് ഉയർത്തി കാണിക്കുന്ന കക്ഷിക്ക് വല്ലതും ചെയ്യാൻ കഴിയും? ഒരിക്കലും സാധ്യത. അതാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് വയസ്ലുബുഹുമുദ്ദുബാബു ശൈഅ, ഈച്ച വല്ലതും അവരിൽ നിന്ന് തട്ടിയെടുക്കുകയാണെങ്കിൽ ലാ യസ്തൻഖിദൂഹു മിൻഹു, അത് ഈച്ചയിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ, രക്ഷപ്പെടുത്തിയെടുക്കാൻ അവർക്ക് കഴിയില്ല. ഒരിക്കലും അവർക്ക് സാധ്യമല്ല. ഈച്ച വന്ന് അവരുടെ മൂക്കിൻ തുമ്പിലിരുന്ന് അവിടെ പറ്റിപ്പിടിച്ചിരുന്ന ഭക്ഷ്യപദാർത്ഥമോ അതുപോലെ വല്ലതും ഒക്കെ തട്ടിയെടുത്തു എന്ന് കരുതുക. എങ്കിൽ അത് അങ്ങ് അത് പിടിച്ചു വാങ്ങാൻ, ഈച്ചയിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ ഈ ആരാധിക്കപ്പെടുന്ന ദൈവങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? അതിനുപോലും അവർക്ക് കഴിയില്ല.
ത്വാലിബു വൽ മത്ലൂബ്. വളരെ രസകരമായ ഒരു അവസ്ഥയാണ്. ചോദിക്കുന്നവൻ, ഈ തേടിക്കൊണ്ട് വരുന്ന, യാചിച്ചു വരുന്ന ആളും ഈ യാചിക്കപ്പെടുന്നത് ആരോടാണോ അയാളും തുല്യമായിട്ട് ദുർബലനാണ്, ഒന്നിനും കഴിവില്ലാത്തവൻ. അതാണ് അവസ്ഥ. ഇപ്പോ ഒരു വിഗ്രഹത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ഫാൾസ് ഗോഡിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ സഹായം അർത്ഥിക്കുന്നതെങ്കിൽ, അള്ളാഹു അല്ലാത്ത ആരും അങ്ങനെയാണ്. അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുകയോ സഹായം അർത്ഥിക്കപ്പെടുകയോ ചെയ്യുന്ന എല്ലാവരുടെയും അവസ്ഥ ദൗർബല്യം എന്നതാണ്. ചോദിക്കുന്നവനും ഒന്നിനും വഴിയില്ലാതെ കഷ്ടപ്പാട് കൊണ്ടാണല്ലോ ഈ ചോദിക്കുന്നത്. ഈ ചോദിക്കപ്പെടുന്ന ദൈവം എന്നോ ആരാധ്യൻ എന്നൊക്കെ കരുതപ്പെടുന്ന വിഗ്രഹമായാലും ആൾദൈവമായാലും അതുപോലെയുള്ള എന്ത് സംഗതി ആയാലും അള്ളാഹു അല്ലാത്ത എന്താണെങ്കിലും അതേപോലെ ദുർബലനാണ്, ഒന്നിനും കഴിയാത്തവര്. ചോദിക്കുന്ന കേട്ടാല് ഈ ചോദിക്കപ്പെടുന്ന ആൾക്ക് ഇതങ്ങ് എടുത്തു കൊടുക്കാൻ കഴിയും എന്നൊക്കെയാണ് ആ ചോദ്യത്തിന്റെ ആവേശവും അതുപോലെ അതിലുള്ള ആത്മാർത്ഥതയൊക്കെ കണ്ടാല് നമുക്ക് തോന്നാം. എന്നാൽ ആ കേട്ടിരിക്കുന്നവരോ, അത് എല്ലാവരുടെയും പ്രശ്നം ഞാൻ പരിഹരിച്ചു തരാം എന്നുള്ള നിലക്ക് ഇവരിങ്ങനെ പ്രതിഷ്ഠിച്ചു വെച്ചിട്ടുള്ള, ഉയർത്തി വെച്ചിട്ടുള്ള ഈ സോക്കോൾഡ് ദൈവം, അവന്റെ അവസ്ഥ എന്താണ്? അവന്റെ മൂക്കിന്റെ തുമ്പത്ത് ഒരു ഈച്ച വന്നിരുന്ന് അത് മൂക്കിന്റെ തുമ്പിലുണ്ടായിരുന്ന ഈ ആരാധകര് കൊണ്ടുവന്ന് ഒഴിച്ച തേനിന്റെയോ പാലിന്റെയോ ഒരു ശകലം ഒരു ഈച്ച തട്ടിയെടുത്താൽ പോലും അത് തിരിച്ചു പിടിക്കാനുള്ള കഴിവില്ലാത്തവനാണ്. ഇതാണ് അവന്റെ അവസ്ഥ. അപ്പൊ ഈ രണ്ട് കൂട്ടരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ലഅഫത്ത് ത്വാലിബു വൽ മത്ലൂബ്. ഈ ചോദിക്കാൻ വേണ്ടി വരുന്ന ആരാധകൻ ഒന്നിനും കഴിയാത്ത ദുർബലനാണ്. ആരോടാണോ വന്ന് ചോദിക്കുന്നത് അവന്റെ കാര്യം അതിനേക്കാളും കഷ്ടാണ്, അവനും അങ്ങേയറ്റം ദുർബലനാണ്. ലഅഫത്ത് ത്വാലിബു വൽ മത്ലൂബ്. വളരെ രസകരമായ, വളരെ ആകർഷകവും അതുപോലെ നമുക്ക് ഹൃദ്യവുമായ ഒരു ഉപമയാണ്, ഒരു ഉദാഹരണമാണ് അള്ളാഹു ഇവിടെ നൽകിയിട്ടുള്ളത്. നിങ്ങള് പലരെയും വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അർഹതയില്ലാത്തവരെയാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. വല്ല കാര്യമുണ്ടോ? അത് ഏതുപോലെ ഇതാ ഇവിടെ ഒരു ഈച്ച മൂക്കിൻ തുമ്പത്ത് വന്നിരിക്കുകയാണ് ഒരു വിഗ്രഹത്തിന്റെ. എന്നിട്ട് അത് മൂക്കും തുമ്പത്തുനിന്ന് വല്ലതൊക്കെ തട്ടിയെടുത്തുകൊണ്ട് ഈച്ച രക്ഷപ്പെട്ട് കളയാം. എന്നാൽ അത് തിരിച്ചു പിടിക്കാൻ പോലും കഴിയാത്തവനാണ് ഇവര് ദൈവം എന്ന് പറഞ്ഞ് ആരാധിക്കുന്ന ഈ കക്ഷി. എന്തൊരു വിരോധാഭാസമാണ്. അപ്പൊ ഈ രണ്ടു കൂട്ടരും ഒരുപോലെ ദുർബലരാണ്. ഈ ആരാധിക്കപ്പെടുന്ന വിഗ്രഹങ്ങളോ ആൾദൈവങ്ങളോ അവരുടെ നിലനിൽപ്പിനെ ആശ്രയിക്കുന്നത് അള്ളാഹുവിനെയാണ്. അവരോട് വല്ലതൊക്കെ തേടിക്കൊണ്ട് ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വരുന്ന ആളുകള് അവരും ദുർബലരാണ്. അവരുടെ നിലനിൽപ്പിന് അള്ളാഹുവിനെ ആശ്രയിക്കുന്നവരാണ്. അള്ളാഹുവിനെ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ് അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നത്. ഇതാണ് വസ്തുത. അപ്പോ ഈ കാര്യമാണ് അള്ളാഹുവോട് ചൂണ്ടിക്കാണിക്കുക. എത്ര ബുദ്ധിശൂന്യമാണ് കൂട്ടരെ നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. മനുഷ്യരെ വിളിച്ചിട്ടാണ് അള്ളാഹു ഇത് പറയുന്നത്. നിങ്ങൾക്ക് ഇതുവരെ തത്വം പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ച് തന്നല്ലോ. ഈ സൂറത്തിലും ഇതിന്റെ മുമ്പുള്ള പല സൂറത്തുകളിലുമായിട്ട് ഈ ഏകദൈവത്വത്തിന്റെ അടിത്തറ താത്വികമായിട്ടും അതിന്റെ ഭൗതികമായ രീതിയിലും ദൈക്ഷണികമായി ഉൾക്കൊള്ളാവുന്ന രീതിയിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയിപ്പോതാ ഒരു നല്ല ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് അത് വ്യക്തമാക്കി തന്നിരിക്കുകയാണ്. ഇനിയും നിങ്ങളുടെ തലയിൽ ഇത് കയറുന്നില്ലെങ്കിൽ നിങ്ങൾ അർഹിക്കുന്നത് വേറെ പലതും ആയിരിക്കും. അതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന ഒരു കാര്യം. യാ അയ്യുഹന്നാസ് ളുരിബ മസലുൻ ഫസ്തമിഊ ലഹു ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹി ലൻ യഖ്ലുഖൂ ദുബാബ. നിങ്ങൾ ഈ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആരാധ്യന്മാര് ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തവരാണ്. വലവിജ്തമഊ ലഹു. അവര് എല്ലാവരും വലിയ ഐക്യത്തിലൊന്നുമല്ല. പക്ഷെ ഇനി എല്ലാവരും ഐക്യപ്പെട്ടു ഒരു ഈച്ചയെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് തന്നെ വെക്കുക. എന്നാൽ പോലും ഈ ആരാധ്യന്മാർക്ക് എല്ലാവർക്കും കൈകോർത്തുകൊണ്ട് പോലും ഒരു ഈച്ചയെ സൃഷ്ടിക്കാൻ സാധ്യമല്ല. ഇനി ഈച്ച തന്നെ ഇവരുടെ മൂക്കിൻ തുമ്പിലോ മറ്റോ വന്നിരുന്നിട്ട് വല്ലതൊക്കെ തട്ടിയെടുത്തോണ്ട് പോയി എന്ന് വെക്കുക. അത് തിരിച്ചു പിടിക്കാൻ ഇവർക്ക് കഴിയോ? അത് അവരിൽ ആ ഈച്ചയിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ അവർക്ക് സാധ്യമല്ല.
ലഅഫ താലിബു വൽ മത്ലൂബ്. ദുർബലരായിരിക്കുന്നു ഈ ചോദിക്കുന്നവനും ചോദിക്കപ്പെടുന്നവനും. ആരോടാണോ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥിക്കപ്പെടുന്ന ആരാധനാമൂർത്തികളും ആരാധകരായിട്ട് അവിടെ എത്തുന്നവരും ഒരുപോലെ തന്നെ ദുർബലരായിരിക്കുന്നു, ഒന്നിനും വയ്യാത്തവരായിരിക്കുന്നു എന്നാണ് അള്ളാഹു അവരുടെ ദൈന്യത എടുത്തു കാണിച്ചുകൊണ്ട് ഇവിടെ വ്യക്തമാക്കുന്നത്. മാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി. നിങ്ങൾ എന്താണ് ഇപ്പൊ ദൈവം എന്ന് കരുതിയ വിചാരിച്ചിട്ടുള്ളത്? പലരും പത്രങ്ങളില് കപിൽ ദേവ് ക്രിക്കറ്റ് ദൈവം വിടവാങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പത്രത്തിൽ അച്ചടിച്ചു വരുന്ന കാണാം. അതുപോലെയുള്ള ഇപ്പൊ സിനിമയിലുള്ള ദൈവങ്ങളുണ്ട്, അത്രയും ആരാധ്യരായി മാറിയിട്ടുള്ള ആളുകൾ. അതുപോലെ സ്പോർട്സിൽ അങ്ങനെയുള്ള ഫിഗേഴ്സ് ഉണ്ട്, രാഷ്ട്രീയത്തിലുണ്ട്. ഇതൊക്കെയാണ് ദൈവം എന്നാണ് ആളുകള് ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇവരും ദൈവവും തമ്മിലുള്ള അവസ്ഥ എന്താണ്? ആ റിലേഷൻഷിപ്പിന്റെ സ്വഭാവം എന്നൊന്ന് പരിശോധിച്ച് നോക്കൂ. സ്വന്തം മൂക്കും തുമ്പുന്ന് ഒരു തരിമ്പ് വല്ലതും മോട്ടിച്ചെടുത്തോണ്ട് പോകുന്ന ഒരു ഈച്ചയെ പിടികൂടിയിട്ട് അത് തിരിച്ചു പിടിക്കാൻ കഴിയാത്തവരാണ് ഈ മേഖലകളിലൊക്കെയുള്ള സകല ദൈവങ്ങളും. എന്നിട്ട് അവയെയാണ് ഇവര് ദൈവങ്ങൾ എന്ന് വിളിക്കുന്നത്. അതിന്റെ കാരണം എന്താ? അല്ലാഹ് എന്ന പ്രപഞ്ചനാഥനായ ദൈവം എന്ന യഥാർത്ഥ ദൈവത്തെ വേണ്ട വിധത്തിൽ ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നതാണ്. അതുകൊണ്ടാണ് അള്ളാഹു തുടർന്ന് പറയുന്നത് മാ ഖദറുല്ലാഹ ഹഖ ഖദ്രി. നിങ്ങൾ അള്ളാഹുവിനെ വേണ്ട വിധത്തിലെ കണക്കാക്കിയിട്ടില്ല കേട്ടോ. അള്ളാഹ് എന്ന് പറഞ്ഞാൽ ആരാധ്യനായ റബ്ബ് എന്ന് പറഞ്ഞാൽ, പ്രപഞ്ചത്തിന്റെ നാഥൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ മനസ്സിലാക്കിയിട്ടുള്ളത്? ഈ നേരം വെളുത്ത് എണീറ്റ് പോയി അപ്പിയിടേണ്ടി വരുന്ന ക്രിക്കറ്റിലും അതുപോലെ സിനിമയിലും രാഷ്ട്രീയത്തിലും ഒക്കെയുള്ള നിങ്ങൾ താരമൂല്യം കൽപ്പിച്ചുകൊണ്ട് കാണുന്ന ആളുകളെ പോലെ ഉള്ള ദൗർബല്യങ്ങളുള്ള ആളാണെന്നാണോ കരുതിയിട്ടുള്ളത്? അതല്ല, ഇനി അതിനേക്കാളും ദുർബലരായ വിഗ്രഹങ്ങളോ അതുപോലെ പ്രതിഷ്ഠകളോ ഒക്കെയാണ് ദൈവം എന്നാണോ കരുതിയിട്ടുള്ളത്? എന്നിട്ട് അത് വെച്ചിട്ടാണോ നിങ്ങൾ അള്ളാഹുവിനെ അളന്നിട്ടുള്ളത്? നിങ്ങൾക്ക് അള്ളാഹുവിനെ അളക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ കൂട്ടരെ എന്നാണ് അള്ളാഹു പറയുന്നത്. മാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി. നിങ്ങൾ അള്ളാഹുവിനെ അളന്നിട്ടില്ല, അള്ളാഹുവിനെ കണക്കാക്കിയിട്ടില്ല, അള്ളാഹുവിനെ നിങ്ങൾക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല യഥാർത്ഥ രീതിയിൽ. എങ്ങനെയാണോ അള്ളാഹുവിനെ മെഷർ ചെയ്യേണ്ടത്, അള്ളാഹുവിന്റെ പൊട്ടൻഷ്യൽസിനെ, അള്ളാഹുവിന്റെ സാധ്യതകളെ, അള്ളാഹുവിന്റെ ദിവ്യത്വത്തെ നിങ്ങൾക്ക് വേണ്ട വിധത്തില് അളന്ന് തിട്ടപ്പെടുത്തി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്. ഇവിടെ കുറെ ദുർബലരായ ദൈവങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. എന്നിട്ട് അള്ളാന്റെ പദവി എന്താണ്? ഇന്നല്ലാഹ ലഖവിയ്യുൻ. അള്ളാഹു അതിശക്തനാണ്, എന്തിനും ശക്തിയുള്ളവനാണ്. അവൻ ഇച്ഛിക്കുന്ന ഒരു കാര്യം നടപ്പിലാക്കാൻ അവന്റെ കാര്യത്തിൽ ഒരു ദൗർബല്യവും ഇല്ല. ഈ ദൈവങ്ങളെ പോലെയല്ല. ഈ ദൈവങ്ങൾക്ക് അവരിച്ഛിക്കുന്ന കാര്യം തന്നെ നടപ്പിലാക്കാൻ സാധ്യമല്ല. അവരെല്ലാവരും കൈകോർത്താൽ പോലും അത് സാധ്യമല്ല. എന്നാൽ അള്ളാഹുവോ ഇന്നല്ലാഹ ലഖവിയ്യുൻ. നിശ്ചയമായിട്ടും അള്ളാഹു ഖവിയാണ്, ഖുവ്വത്തുള്ളവനാണ്, എന്തിനും പ്രാപ്തിയുള്ളവനാണ്, കഴിവുള്ളവനാണ്. അതുപോലെ അസീസ്, പ്രതാപമുടയവനാണ്. അവന്റെ പ്രതാപം എന്ന് പറഞ്ഞാൽ ഒന്നിന്റെയും മുന്നില് ചൂളി നിൽക്കേണ്ടി വരില്ലാത്തതാണ്, അജയ്യനാണ്. അള്ളാഹു ആരുടെയെങ്കിലും മുന്നിൽ തോറ്റു നിൽക്കുന്ന വിഷയമില്ല. മറ്റെല്ലാവരും അവന്റെ മുന്നിലാണ് തോൽവി സമ്മതിക്കേണ്ടി വരിക. അങ്ങനെയുള്ള പ്രതാപവാനാണ് അസീസ് എന്ന് പറയുന്നത്. ഏതെങ്കിലും കാര്യത്തിൽ ഞാൻ ആരുടെയെങ്കിലും മുന്നിൽ പത്തി മടക്കേണ്ടി വരുന്നുവെങ്കിൽ അയാള് എന്നെ സംബന്ധിച്ചിടത്തോളം അസീസായി മാറുകയാണ്. അള്ളാഹു എന്ന് പറയുന്നത് ഒരാളുടെയും മുന്നിൽ പത്തി മടക്കേണ്ടി വരില്ലാത്ത വിധത്തിലുള്ള അജയ്യതയുള്ളവനാണ്. ഒരു കാര്യത്തിലും അള്ളാഹുവിനേക്കാൾ മികവുള്ളവനാണ് എന്ന് നമുക്ക് പരിഗണിക്കേണ്ടി വരുന്ന ഒരാളും ഉണ്ടാവുകയില്ല. അതാണ് അള്ളാഹുവിന്റെ ഇസ്സത്ത്. അള്ളാഹു ഖവിയാണ്, ഖുവ്വത്തുള്ളവനാണ്, അസീസാണ്, ഇസ്സത്തുള്ളവനാണ്. അവന്റെ പ്രതാപം, അവന്റെ അജയ്യത ഒരാളുടെയും മുന്നില്
എന്തെങ്കിലും വിധത്തിലുള്ള തിളക്കം കുറയുന്ന വിധത്തിലുള്ളതല്ല. അള്ളാഹുവിന്റെ അജയ്യത, അള്ളാഹുവിന്റെ പ്രതാപം എന്ന് പറയുന്നത് ഒരാളുടെയും മുന്നിലെത്തിയാൽ നിറം മങ്ങൂല. ഇപ്പൊ സൂര്യൻ നമ്മൾ മനസ്സിൽ കാണുമ്പോൾ നക്ഷത്രങ്ങള് സൂര്യന്റെ മുന്നിൽ നിറം മങ്ങിയ പോലൊക്കെ നമുക്ക് തോന്നിയെന്ന് വരും. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അത് അതിന്റെ അകലമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഗതിയുടെ മുന്നിൽ അള്ളാഹു നിറം മങ്ങിയവനാവും, അള്ളാഹു ശക്തി കുറഞ്ഞവനാവും. നമുക്കിപ്പോ സിനിമയിലെ വലിയ വലിയ ഏറ്റുമുട്ടലിന്റെ സ്റ്റണ്ടിന്റെ ഒക്കെ സീനുകൾ കാണുമ്പോൾ ചിലപ്പോ അനുഭവപ്പെടുന്ന അജയ്യത ചില ആളുകളുടെ, ഇടിച്ച് 10ഉം 20ഉം ആളുകളൊക്കെ മറിച്ചിടാൻ കഴിയുന്ന ആ കരുത്തുണ്ടല്ലോ. പക്ഷെ അത്ര കരുത്തുള്ള ആളുടെയും മുന്നില് എത്ര കരുത്തുള്ള ആളും വേറെ ആരുടെയെങ്കിലൊക്കെ മുന്നിൽ ദുർബലനാകും, ഇജ്ജത്ത് കുറഞ്ഞവനാകും. അതാണ് പ്രപഞ്ചത്തിന്റെ സംവിധാനത്തിന്റെ സ്വഭാവം തന്നെ അങ്ങനെയാണ്. പക്ഷെ അള്ളാന്റെ കാര്യത്തില് അങ്ങനെ അള്ളാഹുവിന്റെ മുന്നിൽ മറ്റൊരാൾ ഇജ്ജത്തുള്ളവനാവുകയും അള്ളാഹു ഒഴുഫുള്ളവനാവുകയും ദൗർബല്യമുള്ളവനാവുകയും ചെയ്യില്ല. ഈച്ചയുടെ മുന്നില് ദുർബലനാകുന്നവനാണ് നിങ്ങളുടെ ദൈവം. നിങ്ങളിപ്പോ ആരാധിക്കുന്ന ദൈവങ്ങളിൽ പലതും ഒരു ഈച്ചയുടെ മുന്നിൽ ദുർബലനായി പോകുന്ന കക്ഷിയാണ്. ഈച്ച വല്ലതും അവരുടെ മുഖത്തു നിന്നോ മൂക്കിൽ നിന്നോ തട്ടിയെടുത്താൽ അത് തിരിച്ചു പിടിക്കാൻ പോലും അവർക്ക് കഴിയും. ഒരു ഈച്ചയെ ഉണ്ടാക്കുന്ന കാര്യം പിന്നെ അല്ലേ. ഒരു ഈച്ചയെ സൃഷ്ടിക്കാൻ അവരെല്ലാവരും കൈകോർത്താൽ പോലും സാധ്യമല്ല. ഇനി ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും തട്ടിയെടുത്താൽ അത് പിടിച്ചു വാങ്ങാൻ ഇവർക്ക് കഴിയോ? അതും ഇല്ല. ഇതാണ് അവരുടെ ദൗർബല്യത്തിന്റെ അടയാളപ്പെടുത്തൽ. എന്നാൽ അള്ളാഹുവോ എന്ത് പ്രതിഭാസത്തിന്റെ മുന്നിലും അവൻ ദുൽ ഖുവ്വ ദുൽ ഇസ്സ ആണ്. ഖുവ്വത്ത് ഉള്ളവനാണ്, ഇസ്സത്ത് ഉള്ളവനാണ്, കരുത്തുള്ളവനാണ്, അജയ്യതയുള്ളവനാണ്. ആരുടെയും മുന്നിൽ അവന് തോറ്റു നിൽക്കേണ്ടി വരില്ല. ഒന്ന് തോറ്റു പത്തി മടക്കി തലചൊറിഞ്ഞ് ഒരാളുടെ മുന്നിൽ നിൽക്കുന്ന, ഒരു ശക്തിയുടെ മുന്നിൽ നിൽക്കുന്ന ഒരു ദൈവമല്ല അള്ളാഹു. പക്ഷെ നിങ്ങൾ ഈ ആരാധിക്കുന്നവയൊക്കെ എടുത്തു നോക്കൂ, അള്ളാഹു അല്ലാത്ത മറ്റെന്തിനെ നിങ്ങൾ ആരാധിക്കുന്നു, വിളിച്ചു പ്രാർത്ഥിക്കുന്നു ഉണ്ടെങ്കിൽ പോലും അവ ഒന്നും തന്നെ ഈ അജയ്യത കാണിക്കാൻ കഴിയുന്നവയല്ല, ഇസ്സത്ത് കാണിക്കാൻ കഴിയുന്നവയല്ല, ഖുവ്വത്തും കാണിക്കാൻ കഴിയുന്നവയല്ല. ഇതാണ് വ്യത്യാസം. ഈ ഒരു വ്യത്യാസം ഉൾക്കൊണ്ട ഒരാൾക്ക് എങ്ങനെയാണ് ബഹുദൈവ വിശ്വാസിയാകാൻ സാധിക്കുക, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരെ പൂജിച്ച് നടക്കുന്നവരാകാൻ സാധിക്കുക, അല്ലെങ്കിൽ ക്രിക്കറ്റ് രാജാക്കന്മാരെ ആരാധിക്കാൻ കഴിയുക, സിനിമയിലെ വലിയ അഭ്രപാളികളിൽ തിളങ്ങുന്ന വലിയ അജയ്യന്മാരായി വിലസുന്ന നായകന്മാരുടെ ആരാധകന്മാരാകാൻ എങ്ങനെയാണ് സാധിക്കുക? അവരൊക്കെയും തന്നെ ദൗർബല്യം പേറിക്കൊണ്ടാണ് ജീവിക്കുന്നത്. ദൗർബല്യമില്ലാത്ത ഒരവസ്ഥ അവർക്കില്ല. ഒരു പക്ഷെ നിങ്ങളെക്കാൾ ഒരല്പം മികവ് ചില കാര്യങ്ങളിലൊക്കെ ഉണ്ടാകും. പക്ഷെ അവരെക്കാൾ മികവുള്ളവർ മനുഷ്യന്റെ കൂട്ടത്തിൽ വേറെ ഉണ്ടാവും. പല കാര്യങ്ങളിലും അവര് ദുർബലരായിരിക്കും. നിങ്ങൾക്ക് തന്നെ പല കാര്യങ്ങളിലും അവരെക്കാൾ മികച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ടാകും. എല്ലാ കാര്യത്തിലും അവർ അജയ്യരല്ല. അപ്പോ ഇത് അവരുടെ ദൗർബല്യമാണ് വിളിച്ചോതുന്നത്. അവരൊന്നും ആരാധ്യന്മാരാവാൻ അർഹതയുള്ളവരല്ല. ആരാധ്യനാവണമെങ്കിൽ അവന് ദുൽ ഖുവ്വത്താവണം, ദുൽ ഇസ്സത്താവണം, കരുത്തുണ്ടാവണം. ആ പരിമേയമായ പരിധിയില്ലാത്ത കരുത്തുണ്ടാവണം. എന്തും ചെയ്യാനുള്ള കരുത്തുള്ളവനാണ് ആരാധ്യനാവേണ്ടത്. അതേപോലെ ഇസ്സത്തുള്ളവനാവണം, അജയ്യത ഉണ്ടാവണം. മറ്റൊരാളുടെയും മുന്നില് എന്തെങ്കിലും വിഷയത്തില് തോറ്റുപോകാൻ പാടില്ല. അതാണ്. ഈ 2 ഗുണങ്ങൾ മാത്രം മതി യഥാർത്ഥ ദൈവത്തെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ. ഇതാണ് അള്ളാഹുവിടെ വെളിപ്പെടുത്തുന്ന കാര്യം. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.